Hi dears, welcome to World of Women. Soumya from Kannur. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്, ഓഫർ സെയിലും കൂടിയാണ്. ഓൾഡ് സ്റ്റോക്കും ഉണ്ട്, അല്ലാതെ ന്യൂ സ്റ്റോക്കും ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഏതാണ് ന്യൂ സ്റ്റോക്ക്, ഏതാണ് ഓൾഡ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞു തരാം. സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്, കട്ട് ഓപ്പോസ് വെച്ച് കണ്ടെടുക്കുക. നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. അപ്പം നാളെയും കൂടി ഡിസ്പാച്ച് ചെയ്യുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രൈഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുക. പിന്നെ സാറ്റർഡേ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വീക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 1-2 പാർസലൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ച് മീൻസ് വരുന്നതിനനുസരിച്ച് മാത്രമേ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഡിലേ ആയി വന്നേക്കാം, പക്ഷേ ട്രാക്കിംഗ് ആയിട്ട് കൂടെ തരുന്നതായിരിക്കും. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. TDC പോസ്റ്റോ വേണ്ടത് ഏതാ വേണ്ടത് മെൻഷൻ ചെയ്യാം. പിന്നെ കാര്യത്തിലേക്ക് എടുക്കാം. വേറെ ഇതേക്കുന്നത് ടിഷ്യൂ ഫാബ്രിക് ആണ്, കോട്ടൺ അല്ല, ടിഷ്യൂ ആണ്, കോട്ടൺ ലൈനിങ് ആണ്. പാച്ച് വരുന്നത് ഏകദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു യൂപോൺ സിൽക്കിന്റെ പാച്ചാണ് വരിക. ആ സിൽക്ക് പാച്ചിൽ കൂടാണ്ട് എംബ്രോയിഡറി വർക്ക്, ലാവൻഡർ വിത്ത് പിങ്കും സീക്വൻസ് വർക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൈസ് ലാർജ്, XL, XXL, XXL 4 സൈസ്, 40 മുതൽ 46 സൈസ്, 499 ഫ്രീ ഷിപ്പിംഗ്. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ആണ് മീൻസ് പാച്ച് വരിക. പിന്നെ ലാർജ് ടു 3XL സൈസ് ആണ്, ടിഷ്യൂ ഫാബ്രിക് ആണ്, കോട്ടൺ ലൈനിങ് ആണ്, നമ്മുടെ ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. നല്ലൊരു ഗോൾഡൻ പാച്ച് നമ്മുടെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട്, ടോപ്പിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബോർഡറോട് കൂടിയാണ്. മിസ്സാക്കണ്ട. L to 3XL ആണ്, 499 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇതിന്റെ അതേ സെയിം തന്നെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും ഉണ്ട്. സീക്വൻസ് വർക്കും, നല്ലൊരു പിങ്ക് ഷെയ്ഡും, നല്ലൊരു പീച്ച് ഷെയ്ഡും, പിന്നെ നല്ലൊരു എന്താ പറയാ ലാവൻഡർ എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും ഒരു മഞ്ചിന്റെ ആ ഒരു മോഡലാണ്. സീക്വൻസ് വർക്കാണ്, നല്ലൊരു മോഡലാണ്. ഒട്ടും മിസ്സാക്കണ്ട. L to 3XL ആണ്, ടിഷ്യൂ ഫാബ്രിക് ആണ്, കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ. കാരണം ഒട്ടും മിസ്സാക്കേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, 499 ഫ്രീ ഷിപ്പിംഗ് ആണ്, കോട്ടൺ ലൈനിങ് ആണ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 46 ലെങ്ത് ഉണ്ട്, L to 3XL സൈസ് ആണ്, 499 ഫ്രീ ഷിപ്പിംഗ് ആണ്. 2 കളർ ഷെയ്ഡാണ്. ഏതാ വേണ്ടത് കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ. അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആണ്, കട്ട് പോസ്റ്റ് ചെയ്യേണ്ട എടുക്കുക. പിന്നെ ഏതൊരു കബോർഡിൽ ഒരു ഡ്രസ്സ് വെച്ചാലും നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അത് മീൻസ് അത് വീഡിയോ പോസ്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് മൂവ് ആകുള്ളൂ. അപ്പൊ മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓൾഡിലേക്ക് പോയി കഴിയുമ്പോഴാണ് പല ഇഷ്യൂസുകൾ വരുന്നത്, അല്ലാണ്ട് നമ്മൾ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതല്ല. അപ്പം മീൻസ് എത്ര മാസത്തോളം പോകുന്നതിനനുസരിച്ചാണ് ഇഷ്യൂസുകൾ തന്നെ ഉണ്ടായി വരുന്നത്. മീൻസ് തന്നെ ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെച്ചാലും ഇപ്പം ഏതൊരു വീട്ടിലായാലും ചിലപ്പോൾ പാറ്റി ഉണ്ടാവും, പല്ലി ഉണ്ടാവും, എലി ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായുള്ള നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് ഞാൻ മാക്സിമം കെയർ ചെയ്യുന്നത്. പക്ഷെ ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, അതുകൊണ്ടാണ് മാക്സിമം ഓഫർ സെയിൽ ചെയ്യുന്നത്. വെച്ചാൽ ഞാൻ ഒന്നും ഇഷ്യൂ ഉണ്ടാക്കി തരുന്നതല്ല, അത് ആ ഒരു മീൻസ് അത്രത്തോളം മീൻസ് ഈ ഒരു ക്ലൈമറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ അതെന്തായാലും സ്റ്റോറുകൾ ഉണ്ടാവും, ഷോപ്പല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്യുക, ചെക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും ഏത് പ്രൊഡക്റ്റും. അപ്പം ഓക്കെ ആണെങ്കിൽ, കംഫർട്ടബിൾ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇതാ ഡ്യൂപോൺ സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു മോഡലാണ്. L to 3XL സൈസിൽ കോളർ ടൈപ്പിൽ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ്. പിന്നെ ഫോയിൽ പ്രിന്റ് കൂടെ ഉണ്ട്. L to 3XL സൈസിലാണ്, ഡ്യൂപോൺ സിൽക്ക് ആണ്, സൈഡ് സ്ലിറ്റ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, ലാർജ് XL, XXL, XXL ആണ്, കോളർ ടൈപ്പ് ആണ്, നേവി ബ്ലൂ ആണ്, ഫോയിൽ പ്രിന്റ് കൂടെ ഉണ്ട് കേട്ടോ, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെയുള്ള നല്ലൊരു മോഡൽ കൂടിയാണ്. ഒട്ടും മിസ്സാക്കണ്ട. 499 ഫ്രീ ഷിപ്പിംഗ് ആണ്. 46 ലെങ്ത്തിൽ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ. അതിന്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്, റെഡ് അല്ല, നല്ലൊരു മെറൂൺ ആണ് കേട്ടോ. അതിൽ കാണുമ്പോൾ റെഡ് പോലെ തോന്നുന്നു, പക്ഷെ റെഡ് അല്ല, മെറൂൺ ഷെയ്ഡാണ്, നല്ല മെറൂൺ ആണ്. പിന്നെ ഇതാ നല്ലൊരു ഫോയിൽ പ്രിന്റും, കോളർ ടൈപ്പും, സൈഡ് സ്ലിറ്റ്, ക്രേപ്പ് ലൈനിങ്ങും, L to 3XL സൈസ് അവൈലബിൾ ആണ്. 499 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരങ്ങും കിട്ടില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്, ഹാൻഡിൽ വിത്തൗട്ട് ലൈനിങ് ആണ്. അപ്പൊ 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഏതാ വേണ്ടത് കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് വായിക്കാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, ഒട്ടും മിസ്സാക്കണ്ട. കാരണം നല്ല ഒന്നിനോടൊന്ന് മെച്ചമാണ് എല്ലാം തന്നെ. 499 ഫ്രീ ഷിപ്പിംഗ് കൂടെയാണ്. കാഷ്വൽ, ഡെയിലി വെയർ, ഓഫീസുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു മോഡലാണ് കേട്ടോ. ഒരു പീച്ച് ഷെയ്ഡാണ്, നല്ലൊരു മോഡലാണ്. നെറ്റ് ഫാബ്രിക്കൽ വരുന്നതാണ്, നല്ലൊരു നെറ്റ് ആണ്. പിന്നെ ക്രേപ്പ് ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. M to XXL സൈസ് ആണ്. സ്ലീവ് ഉൾപ്പെടെ ഫുൾ ലൈനിങ് ആണ്. ബേക്കിൽ ദ പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ മാത്രമേ ഈ ഒരു വർക്ക് ഉള്ളൂ. 46 ലെങ്ത് ഉണ്ട്. നല്ലൊരു മീൻസ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു പീച്ച് ഷെയ്ഡ്, നല്ല ഡാർക്ക് ഇച്ചിരി പീച്ചാണ്. പിന്നെ നെറ്റാണ് ഫാബ്രിക് വരിക. ക്രേപ്പ് ലൈനിങ്, 46 ലെങ്ത് ഉണ്ട്. വി പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇത് ക്ലോസർ വ്യൂ വരിക. അപ്പം ഒട്ടും മിസ്സാക്കേണ്ട. സീക്വൻസ് വർക്ക് വിത്ത് എംബ്രോയിഡറി വർക്കാണ് കംപ്ലീറ്റ് വരുന്നത്. പിന്നെ റേറ്റ് വരുന്നത് 399 ഫ്രീ ഷിപ്പിംഗ്. 399 രൂപയുള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആട്ടോ. 399 ഓൺലി ഫ്രീ ഷിപ്പിംഗ്. M to XXL സൈസ് അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ ഷെയ്ഡ് ഉണ്ട്. ബ്ലൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ.
കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി റോയൽ ബ്ലൂ നല്ലൊരു കളറാണ്. വി പാറ്റേണിൽ M2XX ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്ങിൽ മീൻസ് നമ്മുടെ പാച്ച് വരുന്നത് ഏറ്റവും ബേക്കിലത്തെ മീൻസ് ഈ ഒരു പാച്ചാണ്. സ്ലീവിൽ എൻഡിലും കൊടുത്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ് വരിക. 46 ലെങ്ത്തിന്റെ M2XX സൈസ് ആണ്. സോഫ്റ്റ് ഫാബ്രിക് ആണ്. നെറ്റ് വിത്ത് ക്രേപ്പ് ലൈനിങ് അടിപൊളിയായിട്ടുള്ള മോഡലാണ്. M2XX ആണ്. നേവി ബ്ലൂ എന്ന് പറയാം, കാരണം അങ്ങനത്തെ ഒരു ഷെയ്ഡ്. വീഡിയോ കാണുമ്പോൾ റോയൽ ബ്ലൂ തോന്നുന്നു, നേവി ബ്ലൂ ഷെയ്ഡാണ്. 399 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു മോഡൽ. വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പീകോക്ക് ബ്ലൂ ഓർ ഗ്രീൻ ആ ഒരു ഷെയ്ഡ്, നല്ലൊരു കളറാണ്. സ്ലീവിൽ വിത്ത് ലൈനിങ് ആണ്. നല്ലൊരു എംബ്രോയിഡറി മീൻസ് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്കാണ്. കംപ്ലീറ്റ് ബേക്കിൽ പ്ലെയിൻ ആണ്. M2XX ആണ്. നെക്ക് നല്ലൊരു നെക്കാണ് കേട്ടോ. റൗണ്ട് വിത്ത് വി പാറ്റേണിൽ വരുന്ന നല്ലൊരു നെക്കാണ്. 46 ലെങ്ത്തിന്റെ 3 കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 399 ഫ്രീ ഷിപ്പിംഗ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ്. ബേക്കിൽ പ്ലെയിൻ ആണ്. അപ്പോൾ കംഫർട്ടബിൾ അനുസരിച്ച് വെയർ ചെയ്യാം. ഏതാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ 3 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നല്ലൊരു പീകോക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ്, ബ്ലൂ അല്ല ഒരു ഗ്രീൻ ഷെയ്ഡ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡ്. അങ്ങനെ 3 ഷെയ്ഡാണ് M2XX സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വർക്കിന്റെ സൈസ് വരുന്നത് M2XX സൈസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കോഡ് സെറ്റ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരിക. നല്ലൊരു ഒലിവ് ഗ്രീൻ വിത്ത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ നല്ലൊരു മോഡലാണ്. വി പാറ്റേണിൽ നല്ലൊരു പൈപ്പിംഗ് കൊടുത്തിട്ട് കംപ്ലീറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ട് കോട്ടൺ ആണ്. സോഫ്റ്റ് ഫാബ്രിക് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. കോട്ടൺ ലൈനിങ് ആണ്. ഫ്രണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടി ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൂടി ഉണ്ട്. അപ്പോൾ നല്ലൊരു കോഡ് സെറ്റ് മോഡലും കൂടിയാണ്. അത് ഇങ്ങനെയാണ് അതിന്റെ ഓപ്പണിംഗ് വരിക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. അതിന്റെ ബോട്ടം ബേക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ട, ടൈച്ച് ആൻഡ് ഡോറി, പോക്കറ്റും നമ്മുടെ പാന്റും പിന്നെ കൂടേണ്ടതാ നല്ലൊരു ടോപ്പും ആണ്. സോഫ്റ്റ് ഫാബ്രിക് ആണ്. M2XX ആണ്. ലാർജ് സൈസ് ആണ്. ഞാൻ ഇപ്പോൾ വേറെ ചെയ്തേക്കുന്നത് കംഫർട്ടബിൾ ആണ്. കോട്ടൺ ലൈനിങ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ മോഡൽ വരിക. പക്ഷെ ഒട്ടും ബോറില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് കൂടിയാണ്. സൈഡ് സ്ലിറ്റ് ആണ്. അപ്പം 550 ഫ്രീ ഷിപ്പിംഗ് ആണ്. കോഡ് സെറ്റ് ആണ് കേട്ടോ. 2 പീസ് സെറ്റ് ആണ്. നല്ലൊരു കളറാണ്. ഒട്ടും മിസ്സാക്കണ്ട. അപ്പൊ വേറെ ഏതൊക്കെയാ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. മീൻസ് അതിന്റെ ഫോട്ടോസ് ഇട്ട് തരാം. പക്ഷെ വേറെ ഏതിന്റെ പിക്ക് ചോദിച്ചാൽ നമുക്ക് ഇത്രയും കളക്ഷൻസിന്റെ ഇടയിൽ നമുക്ക് എല്ലാം കൂടി പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഫോട്ടോസ് ഇട്ട് തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ കേട്ടോ. സ്റ്റാറ്റസ് ഇടുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ മാക്സിമം അത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പം ബുദ്ധിമുട്ടിക്കരുത്, എനിക്കത് പറയാനുള്ളൂ. നല്ലൊരു മോഡലാണ്. 2 പീസ് സെറ്റ് 550 ഫ്രീ ഷിപ്പിംഗ്. കോഡ് സെറ്റ് ആണ് കേട്ടോ. വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. 550 ഫ്രീ ഷിപ്പിംഗ് ആണ്. കോട്ടൺ ബോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യോക്കിൽ വരുന്ന ഈ ഒരു പാച്ചാണ് നമ്മുടെ ബോട്ടത്തിന് വരിക. മീൻസ് 38 ലെങ്ത് ഉണ്ട്. ബേക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ട, ടൈച്ച് ആൻഡ് ഡോറി, കോട്ടൺ ബോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. M2XX ആണ്. ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. നല്ലൊരു സിഗരറ്റ് പാന്റിന് നല്ലൊരു ഓപ്പണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എൻഡില് നല്ലൊരു മോഡലാണ്. പോക്കറ്റും ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ മോഡൽ വരിക. M2XX സൈസ് അവൈലബിൾ ആണ്. 550 ഫ്രീ ഷിപ്പ്. ബ്രൗൺ ഷെയ്ഡാണ്. ഒരു മീൻസ് കോഫി ബ്രൗൺ വിത്ത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ഗ്രേപ്പ് ആ ഒരു നല്ലൊരു ഷെയ്ഡാണ്. ഒട്ടും മിസ്സാക്കണ്ട. M2XX ആണ്. പ്യുവർ കാന്താ കോട്ടൺ ആണ്. കംപ്ലീറ്റ് വരുന്നത് ഒറിജിനൽ കാന്താ കോട്ടൺ ആണ്. M2XX സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 പീസ് സെറ്റ് ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. നമ്മുടെ യോക്കിൽ വരുന്നത് പാച്ച് ആണ് ബോട്ടത്തിന് വരിക. നല്ലൊരു പ്രിന്റും കൂടിയാണ്. കാന്തയാണ്. സൈഡ് സ്ലിറ്റ് ആണ്. കോട്ടൺ ലൈനിങ് ആണ്. 46 ലെങ്ത് ഉണ്ട്. M2XX സൈസ് അവൈലബിൾ ആണ്. ബേക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ടി, ടൈച്ച് ആൻഡ് ഡോറി ഉണ്ട്. പോക്കറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 38 ലെങ്ത്തും ഉണ്ട് ബോട്ടത്തിനും. ടോപ്പിനും 46 ലെങ്ത്തും ഉണ്ട്. അപ്പം 500 സ്റ്റോക്സ്. പിന്നെ മീൻസ് ഓൾഡ് കളക്ഷൻസ് സ്റ്റോക്സ് ഞാൻ കാണിച്ചു തരാം. അത് മീഡിയം, ലാർജ്, സ്മോൾ സൈസ്, മീഡിയം, ലാർജ്, XL, XXL ആണ്, 5XL, 4XL അങ്ങനത്തെ റേഞ്ചിലാണ് കളക്ഷൻസ് ഉള്ളത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് കേൾക്കാം കേട്ടോ. ഞാൻ 5XL സൈസിലും 4XL സൈസിലെ കളക്ഷൻസ് കാണിച്ചു തരാം. 4XL പിന്നെ 5XL ആണ് കേട്ടോ കളക്ഷൻസ് വരുന്നത്. റേറ്റ് വരുന്നത് 450 ഫ്രീ ഷിപ്പിംഗ്. 450 രൂപ ഫ്രീ ഷിപ്പിംഗ്. ചിലതിനൊക്കെ ബീഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. 4XL സൈസിലെ കളക്ഷൻസ് വിചിത്ര ഫാബ്രിക്കിൽ വരുന്നിട്ട് വി പാറ്റേണില് ഹെവി വർക്കില് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡ്, ഒരു ഗ്രേപ്പ് ജ്യൂസ് ഷെയ്ഡില്, പിന്നെ സൈഡ് സ്ലിറ്റ് ക്രേപ്പ് ലൈനിങ്ങിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ്. 48 ആണ് സൈസ് വരിക. 4XL 48 സൈസ് ആണ് വരിക. ഹിപ്പ് 50 വരും. അപ്പോൾ നല്ലൊരു മോഡലാണ്. ചിലതിൻ്റെയൊക്കെ ബീഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം 450 ഫ്രീ ഷിപ്പിംഗ് ആണ്. 450 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒട്ടും മിസ്സാക്കണ്ട. പാർട്ടി വെയർ, കാഷ്വൽ, ഓഫീസ് വെയർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ 5XL സൈസിൽ ജോർജറ്റ് ഫാബ്രിക്കിൽ ഓറഞ്ച് ഷെയ്ഡ് ആണ്. വി പാറ്റേൺ. ചിലപ്പോൾ മീൻസ് എംബ്രോയിഡറി ഒക്കെ ചിലതൊക്കെ ഇങ്ങനെ മീൻസ് ഇളകി പോയിട്ടുണ്ട്. ബീഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം നല്ലൊരു മോഡലാണ്. A-line ആണ്. ജോർജറ്റ് ഫാബ്രിക് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ്. 50 ആണ് സൈസ് വരിക. 5XL ആണ്. 50 ആണ് സൈസ് വരിക. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. 450 ഫ്രീ ഷിപ്പിംഗ്. 46 ലെങ്ത് അപ്പോൾ ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ
നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ 5XL സൈസ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ 5XL സൈസ് ആണ്. വി പാറ്റേണിൽ ഗ്രേപ്പ് ഷെയ്ഡിൽ വരുന്ന സൈഡ് സ്ലിറ്റ് ക്രേപ്പ് ലൈനിങ്ങിൽ വരുന്ന മോഡലാണ്. പിന്നെ വിചിത്ര ഫാബ്രിക് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, 5XL ആണ് സൈസ് വരിക, 450 ഫ്രീ ഷിപ്പിംഗ്. പിന്നെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്, ഇങ്ങനെ ബീഡ്സും അങ്ങനത്തെ ഒക്കെ പോയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് അയക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കി അയക്കുമ്പോൾ ഞാൻ മീൻസ് എടുത്ത് കൊണ്ടുപോയി വെക്കുന്നത് കൂടാണ്ട് നമ്മൾ അവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് പല വണ്ടികളിലും പല ട്രെയിനുകളിലും പല ബസ്സുകളിലും ആണ് പോകുന്നത്. അപ്പോൾ ഒരു പാർസൽ, നിങ്ങളുടെ ഒരു പാർസൽ മാത്രമായിട്ടല്ല പോവുക, ബൾക്കായിട്ട് ഒരു പാർസലാണ് പോവുക. ചിലപ്പം മീൻസ് ഇപ്പം എന്താ പറയുക, എബ്രോഡ് പോകുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ എബ്രോഡ് പോകട്ടെ, അല്ലാതെ നമ്മൾ നോർമലി ഇപ്പം ഇവിടുന്ന് കേരളത്തൊട്ട് ബാംഗ്ലൂർ എന്തെങ്കിലും അയക്കാൻ അങ്ങനെ ഒരു കാര്യത്തിൽ ഏതെങ്കിലും അയക്കുമ്പോൾ ഈ ചിപ്സ് പാക്കറ്റ് അങ്ങനത്തെ ഒരു ബോക്സ്, കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ചിലപ്പോൾ പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുക. പിന്നെ കൂടാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, പല പ്രൊഡക്റ്റും ഒക്കെ ആയിരിക്കും പോവുക. ചിലപ്പോൾ സീൽ ചെയ്ത്, ചിലപ്പോൾ ഓയിൽ, അങ്ങനെ മീൻസ് അങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസ്, മീൻസ് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് പാക്ക് ചെയ്തിട്ട് ബോക്സ് വഴിയാണ് അയക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു പാർസൽ മാത്രമല്ല, അപ്പം അതിൻ്റെ മുകളിൽ കൂടെ മറ്റേ ബോക്സുകളും എറിയും. കാരണം വെച്ചാൽ നമ്മളെ ഇങ്ങനെ പയ്യെ എടുത്തുകൊണ്ട് വെക്കുന്ന പോലെ അല്ല, അത് എറിയും, അവരെ അറിയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഒരേപോലെ എടുത്ത് വെക്കണമെന്നില്ല. അപ്പം അങ്ങനെ കാറ്റഗറി തിരിച്ചാണ് പോകുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിന് മുകളിലൊന്നും എറിയുമ്പോൾ എന്തായാലും അതിന് മുകളിൽ ഇടുമ്പോൾ ബീഡ്സ് പോകും. കാരണം വെച്ചാൽ അത് അത്രയ്ക്ക് ഫോഴ്സിൽ പോകുമ്പം അതിന് ഇപ്പം ബലം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നതല്ല, ചിലത് എങ്ങനെ ഇഷ്യൂസ് ആവുന്നത് അതുകൊണ്ടാണ്. പിന്നെ എന്താ പറയുക, ഇതാണ് മീൻസ് ഇത് XXL സൈസ് ആണെങ്കിലും XLക്കാർക്ക് യൂസ് ചെയ്യാം. സ്ലീവിൽ വിത്ത് ലൈനിങ് ആണ് വരിക, ഫുൾ ബീഡ്സ് വർക്ക് ആണ് വരിക, എ ലൈൻ ആണ് വരിക, ഒരു പിങ്ക് ഷെയ്ഡാണ്, റോണി പിങ്ക് ഷെയ്ഡാണ് വരിക. ലൈനിങ് വരുമ്പോൾ ഇത്ര ലൈനിങ് വരും. അപ്പോൾ ഇത്രയും ഭാഗം ലൈനിങ് ഇല്ല. പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. ലാസ്റ്റ് എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല, റീഫണ്ട് എക്സ്ചേഞ്ച് ഉണ്ടാക്കുന്നതല്ല, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ബീഡ്സ് വർക്ക് ഉണ്ട്, സ്ലീവിൽ ഫുൾ ലൈനിങ് ആണ്, ബേക്കിൽ പ്ലെയിൻ ആണ്, ജോർജറ്റ് ഫാബ്രിക് ആണ്, ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത്. ഇത്രയും ഭാഗം ലൈനിങ് ഇല്ല. XLO XXLക്കാർക്ക് യൂസ് ചെയ്യാം, മെഷർമെന്റ് ചെയ്ത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. മാക്സിമം എനിക്ക് തോന്നുന്നു XL സൈസ്കാർക്ക് യൂസ് ചെയ്യാം, XLക്കാർക്ക് യൂസ് ചെയ്യാം, XXLക്കാർക്ക് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം 46 നല്ല ലെങ്ത്തിൽ അടിപൊളിയായിട്ടുള്ള മോഡലാണ്. 450 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്, ലൈറ്റ് ഷെയ്ഡ് അല്ല, കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും. നേരിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമാവും, കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് 3XL സൈസുകാർക്ക് ബട്ടർഫ്ലൈ സ്ലീവില് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു മോഡലാണ്. 46 3XL സൈസ്. ബാക്ക് നോട്ട് വേറെ ഒരു സൈസുകാരും ചോദിച്ചു വരരുത്, കാരണം അതിന്റെ സമയം വേസ്റ്റ് ആക്കരുത്, അതുകൊണ്ട് പറയാണ്. ക്രേപ്പ് ലൈനിങ് ആണ്, സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ്, നേവി ബ്ലൂ ആണ്. ബട്ടർഫ്ലൈ ആണെങ്കിൽ കൂടി ഇൻസൈഡ് ഒരു ഇതും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേക്കില് സെയിം ഇങ്ങനെയാണ്. ബാക്ക് നോട്ട് ഉണ്ട്, 46 ലെങ്ത് ഉണ്ട്. നല്ലൊരു ഗൗൺ മോഡലാണ്. 299 ഫ്രീ ഷിപ്പിംഗ്. 299 രൂപയുള്ളൂ. 3XL സൈസ് ആണ്, ഫ്രീ ഷിപ്പിംഗ്. പിന്നെ നെക്സ്റ്റ് വരുന്ന മോഡല് ആണ്, എ ലൈൻ ആണ്, ഹക്കോബ പാച്ച് ആണ്. സ്ലീവിന്റെ എൻഡിലും മീൻസ് നമ്മുടെ യോക്കിലും വരിക. എ ലൈൻ ആണ്, കോട്ടൺ ലൈനിങ് ആണ്, XXL സൈസ് ആണ്, 46 ലെങ്ത് ഉണ്ട്. കൂടാണ്ട് നല്ലൊരു പാറ്റേൺ, അതാ കംപ്ലീറ്റ് ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് നല്ലൊരു പാറ്റേൺ ആണ്. 350 ഫ്രീ ഷിപ്പിംഗ്, 350 ഫ്രീ ഷിപ്പിംഗ്. പിന്നെ നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡ്. യോക്കിൽ വരുന്നത് കാന്ത ആണ്, ലേസ് വർക്കും ഉണ്ട്. സ്ലീവില് ഫുൾ സ്ലീവ് ആണ്, വിത്ത് ലൈനിങ് ആണ്, കോളർ ടൈപ്പ് ആണ്, എ ലൈൻ ആണ്, ജോർജറ്റ് ഫാബ്രിക് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, ബേക്കിൽ പ്ലെയിൻ ആണ്. 450 ഫ്രീ ഷിപ്പിംഗ്, XXL സൈസ്, മെറൂൺ ഷെയ്ഡ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ ടൈം വേസ്റ്റ് ആക്കരുത്, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടൈം വേസ്റ്റ് ആക്കുന്നത്. അതുകൊണ്ടാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്, നെറ്റ് ഫാബ്രിക് ആണ്, നെറ്റ് ആണ് വരിക, മീൻസ് ഓർഗാൻസി ഫാബ്രിക് ആണ്, നെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓർഗാൻസി ഫാബ്രിക് ആണ്, സ്മോൾ സൈസ് ആണ്. അപ്പം ക്രേപ്പ് ലൈനിങ് ആണ്, പഫില് സ്ലീവ് ഉൾപ്പെടെ ഫുൾ ലൈനിങ് ആണ്, പഫ് അല്ലാണ്ട്. സ്മോൾ എന്ന് പറയുമ്പോൾ ഏകദേശം 36 സൈസ്. അപ്പം 36 സൈസ് 34കാർക്ക് യൂസ് ചെയ്യാം, 36 സൈസുകാർക്ക് യൂസ് ചെയ്യാം. അപ്പം ബാക്ക് നോട്ട് കൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. 299 ഫ്രീ ഷിപ്പിംഗ്, 299 രൂപ ഫ്രീ ഷിപ്പിംഗ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് കോട്ടൺ സ്ലബ് സിൽക്ക് ആണ്, ഒരു ചെറി റെഡ് ഷെയ്ഡ് ആണ്, കണ്ണടിക്കുന്ന റെഡ് അല്ല, ചെറി റെഡ് ഷെയ്ഡ് ആണ്, കോട്ടൺ സ്ലബ് ആണ്, കോട്ടൺ ലൈനിങ് ആണ്, വി പാറ്റേൺ, ഹെവി ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക്. പിന്നെ 46 ലെങ്ത്, മീഡിയം സൈസ്, വേറെ ഒരു സൈസും ചോദിക്കരുത്, മീഡിയം സൈസ്, കോട്ടൺ സ്ലബ് സിൽക്ക് ആണ്, കോട്ടൺ ലൈനിങ് ആണ്, അജ്രക് പാച്ച് വിത്ത് ഒറിജിനൽ മിറർ വർക്ക് ആണ്. 399 ഫ്രീ ഷിപ്പിംഗ്, 399 ഫ്രീ ഷിപ്പിംഗ്.
പിന്നെ ഓഫർ പ്രൈസിൽ 350 തരാം, കാരണം വെച്ചാൽ വേഗം പർച്ചേസ് ചെയ്തോളൂ, ഇനി കിട്ടില്ല. നല്ലൊരു യെല്ലോ ഷെയ്ഡ്, മീഡിയം സൈസ്, ഡ്യൂപോൺ സിൽക്ക്, സൈഡ് സ്ലിറ്റ്, ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെയാണ്, ക്രേപ്പ് ലൈനിങ് ആണ്. നല്ലൊരു മോഡൽ, ഹെവി പാർട്ടി വെയർ യൂസ് ചെയ്യാം. 399 ഫ്രീ ഷിപ്പിംഗ്, 399 രൂപ ഫ്രീ ഷിപ്പിംഗ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് സ്ക്വയർ നെക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ്. സൈഡ് സ്ലിറ്റ് ആണ്, മീഡിയം സൈസ് ആണ്, 38 സൈസ് ആണ്, കോട്ടൺ ലൈനിങ് ആണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡ്, ടെർമറിക് യെല്ലോ ആണ്. പിന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. യോക്കിൽ വരുന്ന പാച്ച് 450 ഫ്രീ ഷിപ്പിംഗ്, 450 രൂപ ഫ്രീ ഷിപ്പിംഗ്. സൈസ് ഇതാ വിത്തൗട്ട് ലൈനിങ്ങിൽ റയോൺ ഫാബ്രിക്കിൽ ലാർജ് സൈസ് ആണ്, 150 ഫ്രീ ഷിപ്പിംഗ്, വിത്തൗട്ട് ലൈനിങ്, 46 ലെങ്ത്, ലാർജ് സൈസ് 150 രൂപ ഫ്രീ ഷിപ്പിംഗ്, എക്സ്ട്രാ ചാർജ് ഇല്ല, 150 ഫ്രീ ഷിപ്പിംഗ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പോപ്കോൺ ഫാബ്രിക് ആണ്, ലാർജ് സൈസ് ആണ്, 6 ആക്ട് പാറ്റേൺ ആണ്, വി പാറ്റേൺ. ക്രേപ്പ് ലൈനിങ് ആണെങ്കിൽ യോക്ക് വരെ ലൈനിങ് ഉള്ളൂ, ബാക്കി വിത്തൗട്ട് ലൈനിങ് ആണ്, ലാർജ് സൈസ് ആണ്, മീഡിയം വർക്ക് യൂസ് ചെയ്യാം. റേറ്റ് വരുന്നത് 250 ഫ്രീ ഷിപ്പിംഗ്, 250 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ, ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക്, കോട്ടൺ ലൈനിങ്, ലാർജ് സൈസ്, റൗണ്ട് നെക്ക്, 350 ഫ്രീ ഷിപ്പിംഗ്. പിന്നെ ലാർജ് സൈസിൽ ബ്ലാക്ക് ആണ് ഷെയ്ഡ്, ഓർഗാൻസ ഫാബ്രിക് ആണ്, ഇഷ്യൂസ് ഉണ്ട്, ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല ബ്ലാക്ക് ആണ്, ക്രേപ്പ് ലൈനിങ്, ജോർജറ്റ് ഫാബ്രിക് ആണ്. ഇതിന്റെ ഇഷ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഇനി വേറെ ഫാബ്രിക്കിലാണോ അറിയില്ല, എനിക്കൊന്ന് എക്സൽ സൈസിലായിരിക്കാനേ വഴിയുള്ളൂ, ലാർജിൽ അങ്ങനെ കാണുന്നില്ല. ഇനി ഇൻ സപ്പോസ് എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ നോക്കിയിട്ട് അയക്കാം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 250 ഫ്രീ ഷിപ്പിംഗ്, 250 രൂപ ഫ്രീ ഷിപ്പിംഗ്, 250 ഫ്രീ ഷിപ്പിംഗ്. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 250 കേട്ടോ. പിന്നെ ഇതാ നല്ലൊരു മോഡലാണ്, ജോർജറ്റ് ഫാബ്രിക്, ക്രഷ് ടൈപ്പുള്ള ജോർജറ്റ് ഫാബ്രിക്, ബേക്കില്ല പ്ലെയിൻ ആണ്, ലാർജ് സൈസ് ആണ്, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, 350 ഫ്രീ ഷിപ്പിംഗ് ആണ്, ലാർജ് സൈസ് കേട്ടോ. എക്സൽ സൈസിൽ ഇതാ ജെറ്റ് ബ്ലാക്ക് ആണ്, ഇതിനാന്ന് തോന്നുന്നു ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഏതിനും ഉണ്ട് കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം, ഇതിനല്ല. അപ്പോൾ ജെറ്റ് ബ്ലാക്ക് ആണ്, ജോർജറ്റ് ഫാബ്രിക് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, ഓർഗൻസ ആണ്, കോട്ട് ഒരു ഓവർകോട്ട്, ബേക്കിൽ പ്ലെയിൻ ആണ്, 250 ഫ്രീ ഷിപ്പിംഗ്, എക്സൽ സൈസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിൽ സെയിം അതേ മോഡൽ, വി പാറ്റേൺ, 6 ആക്ട് പാച്ച്, യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക്, സൈഡ് സ്ലിറ്റ്, റേറ്റ് സെയിം റേറ്റ് ആണ് കേട്ടോ, 250 ഫ്രീ ഷിപ്പിംഗ്. സെയിം അതിന് തന്നെ എക്സൽ സൈസ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, യോക്കിൽ മാത്രം ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്, എക്സൽ സൈസ്, ഒരു വൈറ്റ്, ഇത് വാഷ് ചെയ്ത് ചിലപ്പോൾ പോകുമായിരിക്കും. ജോർജറ്റ് ഫാബ്രിക്, ക്രേപ്പ് ലൈനിങ്, 350 ഫ്രീ ഷിപ്പിംഗ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, എക്സൽ സൈസ്, ഇതിനാണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെയുള്ള ടിഷ്യൂ ഉണ്ടോ, ഇതിനാണ്, ബാക്കി കുഴപ്പമില്ല. എന്നാൽ 250 ഫ്രീ ഷിപ്പിംഗ്, ഇഷ്യൂ ഉണ്ടെങ്കിൽ ലിങ്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. പ്ലീറ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് പ്ലീറ്റ് ആണ്, എക്സൽ സൈസ് ആണ്, ബാക്ക് നോട്ടും ഉണ്ട്, ഏറ്റവും എൻഡിൽ പ്രില്ലും ഉണ്ട്, 250 ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ, ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ്, ബേക്കിൽ പ്ലെയിൻ, പഫ് ആൻഡ് ആണ്, എക്സൽ സൈസ് ആണ്, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്, ഫുൾ സീക്വൻസ് വർക്ക് ആണ്, ഓർഗാൻസ ഫാബ്രിക് ആണ്, 350 ഫ്രീ ഷിപ്പിംഗ്. 315 കളക്ഷൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഓഫർ സെയിലുമായി